പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ചിന്തകളെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയ വയലുകളെ നമുക്കൊരുക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങ് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനം കൊണ്ട് ജ്വലിപ്പിക്കണമേ. ആത്മാവിൽ ഉണർവുള്ളവരായി ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നില്ലെങ്കിൽ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വചനം കേൾക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ സാധ്യമല്ല. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ ഹൃദയ വയലുകൾ ഒരുക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചാണ്. അതായത് നമുക്ക് ജന്മം നൽകിയ, നമ്മളെ പോറ്റി വളർത്തിയ, നമ്മളെ പഠിപ്പിച്ച് വലിയവരാക്കിയ, നമുക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ തരാൻ കാരണക്കാരായി തീർന്ന നമ്മുടെ മാതാപിതാക്കളെ വെറുതെ ഉപേക്ഷിച്ച് കളയേണ്ടവരാണോ? അതോ അവരോട് നമുക്കൊരു കടപ്പാടും ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? അതിനെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഇത് ചിന്തിക്കാൻ കാരണം നമ്മുടെ കേരളത്തിൽ കൂണുപോലെ വർദ്ധിച്ചു വരികയാണ് ഓൾഡ് ഏജ് ഹോം, വൃദ്ധമന്ദിരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു സംസ്കാരം പോലെ ഇന്ന് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നോക്കാൻ ഒരു വിധത്തിലും സാഹചര്യം ഇല്ലാത്ത ചില കാരണവന്മാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരുപാട് സാധ്യത ഉള്ളവരും പണത്തിനോ ജോലിക്കോ വേണ്ടി മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുന്നവരുടെ എണ്ണമൊക്കെ പെരുകുന്നതായിട്ട് നമുക്കിന്ന് നമ്മുടെ കേരളത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ അവസരത്തിൽ ദൈവം മാതാപിതാക്കളോട് മക്കളെന്ന നിലയിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വിശുദ്ധ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഒരിക്കൽ കൂടെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് തിരുത്തി കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും വല്യപ്പനും വല്യമ്മയും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതിന് ഈ വചന ശുശ്രൂഷ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതായത് മാതാപിതാക്കൾ ഇന്ന് പലർക്കും ഒരു ഭാരമാണ്. ഒരുപക്ഷെ അവരുടെ രോഗം, അവരുടെ ജീവിതത്തിലെ ചില കുറവുകൾ, പോരായ്മകൾ മക്കൾക്കോ മരുമക്കൾക്കോ താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഭാരം പോലെ ഇന്ന് പലർക്കും അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവവചനം നമുക്ക് നൽകുന്ന ഉപദേശം എന്താണ്? എഫെസ്യസ് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: കുട്ടികളെ, കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പ്രൈസ് ദ ലോർഡ്. എഫെസ്യസ് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് മക്കളായ നമുക്ക് നൽകുന്ന ഉപദേശം ഇതാണ്. വചനത്തിലൂടെ കുട്ടികളെ എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മാതാപിതാക്കളുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. കർത്താവിലാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മാതാപിതാക്കളോട് അനുസരണകൾ കാണിക്കുമ്പോൾ, ധിക്കാരം കാണിക്കുമ്പോൾ സത്യത്തിൽ ഈ വചനത്തെ നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുട്ടികളെ, കർത്താവിൽ
മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്, അത് ന്യായവുമാണ്, യുക്തവുമാണ്. എന്താണ് അതിനകത്തുള്ള നന്മ? നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഇതാണ്. ഇതിനകത്ത് വാഗ്ദാനമുണ്ട്. ഈ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു വാഗ്ദാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏത് ജോലിക്കും ഒരു പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ഭൗതിക കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഒരു കാര്യവും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാറില്ല. മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ അവരെന്താവും? പരസഹായം വേണ്ട ആൾക്കാരായിട്ട് മാറും. അപ്പോൾ നമ്മൾ അവരെ തിരിച്ച് സഹായിക്കുമ്പോൾ നമുക്കൊരു വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ട്. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ, നന്മ കൈവരിക്കാൻ ഇത് സഹായമായിരിക്കും. എന്നാൽ ഈ ഭൗതികമായ കുറേ നേട്ടങ്ങളോ കോട്ടങ്ങളോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആത്മീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുവഴി ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് വരുന്നത്, ബ്രദറെ, വചനം പ്രസംഗിക്കുമ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്, എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ സ്വഭാവം ബ്രദറിന് അറിയില്ല. അതുപോലത്തെ വളരെ മോശമായ, ആർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, ആർക്കും അംഗീകരിക്കാനോ അല്ലെങ്കിൽ മുൻപോട്ട് പോകാനോ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. ഈ വചനം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ, അവർ സൽസ്വഭാവികളാണെങ്കിൽ, അവർ പ്രാർത്ഥിക്കുന്നവരോ പാപം ചെയ്യാത്തവരാണെങ്കിൽ അവരെ നോക്കണം എന്നെഴുതിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാതാപിതാക്കൾ എന്നൊറ്റ സെൻറ്റൻസാണ്. അതിനകത്ത് എന്താ ചേർത്ത് വെച്ചിരിക്കുന്നത്? അവർ ചിലപ്പോൾ നല്ലവരായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ സൽസ്വഭാവികളായിരിക്കാം, ചിലപ്പോൾ ദുഷിച്ച സ്വഭാവമുള്ളവരായിരിക്കാം, ചിലപ്പോൾ അനുസരണം കെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റി ജീവിതം നയിക്കുന്നവരായിരിക്കാം, സ്വത്ത് മുഴുവനും ദുർവ്യയം ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞവരായിരിക്കാം. ആരുമാകട്ടെ, ഒരൊറ്റ പൊസിഷനാണ് ദൈവം നോക്കുന്നത്: അപ്പൻ അമ്മ. നിനക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ ബഹുമാനവും ആദരവും കാണിക്കുക. അവരുടെ സ്വഭാവ സവിശേഷത നോക്കിയല്ല, ഹല്ലേലൂയ, അവരുടെ സ്വഭാവത്തിൻ്റെ നന്മയോ തിന്മയോ നോക്കിയല്ല, മറിച്ച് ഒരൊറ്റ കാരണത്താൽ നിനക്ക് ജന്മം നൽകാൻ അവരുടെ ബീജവും അവരുടെ അണ്ടവും ദൈവം തിരഞ്ഞെടുത്ത് അവരുടെ രക്തത്തിൻ്റെ പങ്കാളിയാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു എന്നൊറ്റ കാരണത്താൽ. ഒരുപക്ഷെ അവർ നിന്നെ നോക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വലിച്ചെറിഞ്ഞ് കാണുമായിരിക്കും. നിനക്ക് അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നിന്നെ കരുതിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ശ്രദ്ധ നിൻ്റെ കാര്യത്തിൽ അവർ ചെലുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല നിലയിലേക്ക് നീ ഉയരുമായിരിക്കും. ഒക്കെ ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഒക്കെ സത്യങ്ങളുമാണ്, അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളുമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നീ അവരെ ദുഷിക്കാനോ നോക്കാതിരിക്കാനോ അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതൊക്കെ ദൈവിക പദ്ധതിയുടെ മറ്റു ഭാഗങ്ങളാണ്. അത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അനുവദിക്കാതെ ഒന്നും ആർക്കും ചെയ്യാനും പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷത നോക്കിയോ അവരുടെ നന്മ നോക്കിയോ അവരെനിക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചല്ലോ, എനിക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകിയല്ലോ എന്നതിൻ്റെ പേരിലോ അല്ല നമ്മളവരെ ശുശ്രൂഷിക്കുന്നത്. ഇനി ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്തില്ലല്ലോ എന്നതിന് പേരിൽ അവരെ അവഗണിക്കാനും ദൈവം നമ്മൾ അനുവദിച്ചിട്ടില്ല. നിനക്ക് ജന്മം നൽകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന ഒരൊറ്റ വ്യവസ്ഥയിൽ, ഒറ്റ നിലയിൽ, അവർ ഒറ്റ കാരണത്താൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അത് ചിലപ്പോൾ നല്ല സ്വഭാവമായിരിക്കും, ചീത്ത എന്തും ആയിക്കൊള്ളട്ടെ, നിനക്ക് ജന്മം നൽകാൻ, ഈ ഭൂമിയിൽ നിന്നെ ജനിപ്പിച്ച് വളർത്താൻ, നിന്നെ ജനിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ അവരോട് ബഹുമാനവും അനുസരണവും കാണിക്കണം. അനുസരണം എന്ന് പറയുമ്പോൾ പാപം ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ ഉള്ള അനുസരണമാണ്. മാതാപിതാക്കൾ പാപം ചെയ്യാൻ, വചനത്തിന് വിരുദ്ധമായി, സഭയ്ക്ക് വിരുദ്ധമായി, ദൈവിക നിയമത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുവഴി നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ തലമുറയിലേക്ക് നിക്ഷേപം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ബുദ്ധിമുട്ടേറിയ വ്യക്തികളെ, സ്വഭാവ ഗുണമില്ലാത്ത ദുർസ്വഭാവമുള്ള വ്യക്തികളെ നോക്കുന്നത്
കഠിനമായ ഒരു പ്രയത്നമാണ്, വളരെ ബുദ്ധിമുട്ടേറിയ ക്ലേശമേറിയ ഒരു സംഗതിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ക്ലേശമേറിയ ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കൃപ, അനുഗ്രഹം കൂടുതൽ ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സാഹസികത നിറഞ്ഞ ജോലിക്കും വളരെ ബുദ്ധിമുട്ടേറിയ അപകടം നിറഞ്ഞ ജോലിക്കും ശമ്പളവും പെൻഷനും ഒക്കെ കൂടുതലില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ മോശക്കാരാണെങ്കിൽ അത് സാഹസികമായിട്ടുള്ള ഒരു 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 ശുശ്രൂഷയാണ്, വളരെ ക്ലേശകരമായ ഒരു ശുശ്രൂഷയാണ്. അത് ചെയ്യുക എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് കൂടുതൽ കൃപകൾ നമ്മുടെ തലമുറകളിലേക്ക് ദൈവം ഒഴുക്കുന്നതിന് കാരണമായി തീരും. കാരണം ഇതുപോലെ തേളിൻ്റെ സ്വഭാവമുള്ള, ഇതുപോലെ മോശ സ്വഭാവമുള്ള ഒരു അമ്മായപ്പനെയും അമ്മായിമ്മയും ഒരു അപ്പനെയും അമ്മയൊക്കെ നോക്കി അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട ഹോസ്പിറ്റാലിറ്റിയൊക്കെ ചെയ്ത് അവരെ യാത്രയാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ബുദ്ധിമുട്ടേറിയ ജോലി നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈശോ നീ ചെയ്ത ആ മഹനീയ പ്രവൃത്തിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറയിലേക്ക്, മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒഴുക്കും. ഹല്ലേലൂയ. ഇത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കുടുംബങ്ങൾ ഇന്നങ്ങനെ നമ്മുടെ കേരളത്തിൽ അനുഗ്രഹം പ്രാപിച്ച കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരോടും വിലാപത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. എന്താ കാരണം? അവിടെ മാതാപിതാക്കളുടെ കണ്ണുനീര്, കുറ്റമറ്റ കണ്ണുനീര് വീണ് കിടപ്പുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കണം. നമ്മളെക്കാൾ പ്രായമുള്ളവരുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ ഗുരുഭൂതരുടെയോ കണ്ണുനീര് നമ്മുടെ ദുഷിച്ച പ്രവൃത്തി വഴി നമ്മൾക്കെതിരെ വീഴാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കാരണം കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുകയും കണ്ണുനീര് കണ്ടാൽ അത് മറികടന്നു പോകാത്ത ഒരാളുമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്കെതിരെ വീഴുന്ന കണ്ണുനീരിന് ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. നമുക്കെതിരെ അകാരണമായി വീഴുന്ന ഇനി നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിനോ നമ്മൾ മനസാവാച അറിയാത്ത കാര്യത്തിനോ കാരണവന്മാർ ചുമ്മാ കണ്ണീര് വീഴിച്ചാൽ അത് വൃഥാവിലായി പോകും, അത് ഫലരഹിതമായി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബോധപൂർവം, മനഃപൂർവ്വം നമ്മളായിട്ട് മോശം പ്രവൃത്തി ചെയ്ത് അവരെ നോക്കാതെ, ശുശ്രൂഷിക്കാതെ, ഒരു ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാതെ, അവരെ നമ്മളാ കഴിവുള്ള വിധത്തിൽ അവരെ പരിചരിക്കാതെ, അവർ കരയാനോ അവർ മനസ്സുകൊണ്ട് വേദനിക്കാനോ നമുക്കെതിരെ ദൈവസന്നിധിയിൽ പുറവെറുക്കാനോ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ആവശ്യക്കാരിൽ നിന്ന് കണ്ണ് തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത്. എന്തെന്നാൽ മനം നൊന്ത് പറഞ്ഞാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ആവശ്യക്കാരിൽ നിന്ന് നീ കണ്ണ് തിരിക്കരുത്. ആവശ്യക്കാരിന്ന് കണ്ണ് തിരിച്ച് നീ മുഖം മറച്ച് മാറിപ്പോകരുത്. എന്തെന്നാൽ നീ ആ ശുശ്രൂഷ ചെയ്യാതെ അവിടുന്ന് കണ്ണ് തിരിച്ച് നിൻ്റെ സുഖവും നിൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെ സുഖം മാത്രം അന്വേഷിച്ച് മാതാപിതാക്കളെ അവഗണിച്ച് നീ നിൻ്റെ സുഖ താല്പര്യങ്ങൾക്ക് പിന്നാലെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ, ആ കാരണവന്മാരിൽ കണ്ണ് തിരിച്ചു കഴിയുമ്പോൾ അവർ നിനക്കെതിരെ പറയുന്ന വാക്ക്, നിനക്കെതിരെ വീഴുന്ന കണ്ണുനീര് അത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് അനുഗ്രഹമാവില്ല സഹോദരങ്ങളെ, അത് അനുഗ്രഹമാവില്ല. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണ് തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത്. എന്നുവെച്ചാൽ പഴയ നിമിത്തം ശാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശാപമായിട്ടല്ല കൃപ, അനുഗ്രഹം തടസ്സപ്പെടും, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ദൈവികമായ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് നമുക്ക് നിഷേധിക്കപ്പെടും, നമ്മുടെ തലമുറയ്ക്ക് നിഷേധിക്കപ്പെടും. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ അങ്ങനെ അബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു, അങ്ങനെ അനുഗ്രഹം കൈമാറ്റം. ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ അരുതാത്തത് പ്രവർത്തിക്കുമ്പോഴാണ് അനുഗ്രഹം ബ്ലോക്കാകുന്നത്. അതാണ് അവരിൽ നിന്ന് കണ്ണ് തിരിക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കാതിരിക്കുമ്പോൾ, അവരെ നോക്കാതിരിക്കുമ്പോൾ, അവരെ പരിചരിക്കാതിരിക്കുമ്പോൾ, അവരോട് സ്നേഹത്തോടെ പെരുമാറാതിരിക്കുമ്പോൾ, അവരോട് സംസാരിക്കാതിരിക്കുമ്പോൾ, അവരെ ഒരു ഒഴിഞ്ഞ മൂലയിൽ കൊണ്ട് ഇടുമ്പോൾ, അവരെ നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് നിഷേധിക്കപ്പെടും എന്നാണ് ബൈബിൾ പഠിപ്പിച്ചത്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയിലേക്കും അത് നിഷേധിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ ഭവനത്തെ ബലവത്താക്കി തീർക്കേണ്ട ഒന്നാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ ഭവനത്തെ ബലവത്താക്കി തീർക്കും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെ നിങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് വളരെ യങ്ങായിട്ടുള്ള കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ നന്നായിട്ട് വായിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളും ആ വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന
ഒരു വിധമാണ് മാതാപിതാക്കൾ എന്ന് വെച്ചാൽ, മക്കൾ എന്ന നിലയിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പാരൻസ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗാർഡിയൻസ്, നമ്മുടെ ഗുരുപൂതര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രായമായ കാർന്നോന്മാരെ കാണാനില്ല. ആ കസാരയിൽ ചാരിക്കിടന്ന് വീശിക്കൊണ്ട് കൊച്ചുമക്കളൊക്കെ വിളിച്ച് അല്ലെങ്കിൽ മക്കളൊക്കെ വിളിച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആ പ്രായമുള്ളവരെ നമുക്ക് കാണാനില്ല. അവരെ ഇന്ന് കാണണമെങ്കിൽ നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ പോകണം. കാരണം എന്താ? മക്കൾക്ക് അവരെ നോക്കാൻ മേല, അവർ രോഗിയായി തളർന്നു കിടക്കുകയാണ്, ശുശ്രൂഷിക്കാൻ മേല. അവരെ ശുശ്രൂഷിക്കുന്നത് അവർക്കൊരു വളരെ ബുദ്ധിമുട്ടേറിയ ക്ലേശമേറിയ ഒരു ജോലിയായിട്ട് അവർക്ക് തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന് കാരണം? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം അറിഞ്ഞുകൂടാ, നമുക്ക് ഈ വാഗ്ദാനങ്ങൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവരെ ദ്രോഹിക്കാനും അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനും അവരൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ നേരെ തിരിച്ചും ഒരു വശമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. വളരെ സ്നേഹത്തോടെ അവരെ പരിചരിച്ച് നിത്യതയിലേക്ക് യാത്രയാക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സഭയിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർന്നോന്മാർ നമുക്കൊരു ഭാരമല്ല, അത് നമുക്കൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കളിലൂടെയാണ് മക്കൾ എന്ന നിലയിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്ന അധ്യാപകരിലൂടെയാണ്. അതൊരു സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു ഭാരമല്ല, മറിച്ച് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരാനുള്ള ഒരു വഴിയാണ്. അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. ഹല്ലേലൂയ. അവർ നമുക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും, അവർ നമുക്ക് ദ്രോഹം മാത്രമേ വരുത്തിയിട്ടുള്ളെങ്കിലും, അവർ നമുക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസമൊന്നും തരാനൊക്കെ പറ്റിയില്ലെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, അവർ നമ്മളെ ജനിപ്പിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തികളാണ്. അത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു പരിഗണന, ഒരു ശുശ്രൂഷ, ഒരു സ്നേഹം, ഒരു വാത്സല്യം നമ്മൾ അവർക്ക് കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവരുടെ മനസ്സ് അത്രമാത്രം നീറുകയാണ്. ഓമനിച്ച് വളർത്തി വലുതാക്കി ഉന്നത വിദ്യാഭ്യാസം നൽകി, എന്നിട്ടിന്ന് മക്കൾ കൂടെയില്ല. ഒരിക്കൽ ഞാനൊരു ഓർഫനേജിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോൾ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് 3 മക്കളാണുള്ളത്. അദ്ദേഹത്തെ ഇങ്ങനെ ഞങ്ങളെല്ലാവരെയും കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ അപ്പച്ചൻ പറയാണ്, മോനെ നിനക്ക് എത്ര മക്കളുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് 3 ഉണ്ട്. നിൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞു, ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിലുണ്ട്. എന്നിട്ട് ആ അപ്പച്ചൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയാം, നിൻ്റെ അപ്പനും അമ്മയും ഭാഗ്യമുള്ളവരാണ്, അവർക്ക് കൊച്ചുമക്കളെയൊക്കെ കളിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. മോനെ, എനിക്കുമുണ്ട് 2 കൊച്ചുമക്കൾ. പക്ഷേ അവരെ കാണാനോ അവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ സ്നേഹിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. അവരെല്ലാം വിദേശത്താണ്. അവരിങ്ങോട്ട് കൊണ്ടുവരില്ല. കാരണം ഈ പ്രായമായവർ താമസിക്കുന്നിടത്തേക്ക് വന്നാൽ പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ അപ്പച്ചൻ്റെ മകനും മരുമോളും അവരുടെ മക്കളെ ഈ വല്യപ്പച്ചനെടുത്ത് കൊണ്ടുവരില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, എത്ര ദയനീയമാണ് ഈ അവസ്ഥ. വിദേശത്ത് നിന്ന് ഇഷ്ടം പോലെ പൈസ ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർ കൊടുക്കും, ഈ കാർന്നമാരെ നോക്കാൻ, ഈ അപ്പച്ചനെ നോക്കാൻ. അമ്മയില്ല, ഈ അപ്പച്ചനെ നോക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നാൽ മകൻ്റെ മക്കളെ കാണാൻ ഉള്ള ഭാഗ്യം ഇവർക്ക് കിട്ടിയിട്ടില്ല, ഈ അപ്പച്ചന് കിട്ടിയിട്ടില്ല. കാരണം എന്താ? അവിടേക്ക് കൊണ്ടുവന്ന് ഇവരുടെ കൂടെ കളിക്കുകയോ, അത്രയും കാർന്നമാരൊക്കെ ഒരുമിച്ച് താമസിച്ചാൽ അത് വൃത്തിയില്ല, മെനയില്ല, അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാതിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ മനുഷ്യന്മാർ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാളെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാണ്, ഒരു അമ്മച്ചിയോട് പറഞ്ഞാണ്, ആ അമ്മച്ചിയോട് മരുമോൾ ചെയ്ത ക്രൂരത എന്താണെന്നറിയാമോ? ഈ അമ്മച്ചിയുടെ മകൻ്റെ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ അമ്മച്ചി എടുത്തപ്പോൾ ഡെറ്റോൾ ഒഴിച്ച് കൈ കഴുകാതെ മകൻ്റെ കുട്ടി എടുത്തതിൻ്റെ പേരിൽ മരുമകൾ അമ്മേനെ ചീത്ത വിളിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെടുത്തോണ്ട് പോയി, തള്ളയെന്നൊക്കെ വിളിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഡെറ്റോൾ ഒഴിച്ച് കൈ കഴുകാതെ കുഞ്ഞിനെടുത്താൽ ആ കുഞ്ഞിന് അലർജിയോ മാരക രോഗങ്ങളോ വരുമെന്നുള്ളതാണ് ഈ സ്ത്രീയുടെ മനസ്സിൽ കിടക്കുന്ന തെറ്റായ ധാരണ. അതിന് ഈ അമ്മയെ മാനസികമായി പീഡിപ്പിച്ച് ചീത്ത വിളിച്ച് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് പോവുക. എത്രമാത്രം ഇതുപോലത്തെ വേദനയിലൂടെയാണ് ഇന്ന് ഓരോ കാരണവന്മാർ കടന്നു പോകുന്നത്.
തിരസ്കരണം. മക്കൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സമ്പാദിച്ചു വെച്ചു. ഇന്ന് അതേ മക്കൾ തന്നെ ഈ കാരണവന്മാരെ അവഗണിച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് നോക്കാതെ, ശുശ്രൂഷിക്കാതെ, പരിഗണിക്കാതെ, കുറ്റപ്പെടുത്തി, വേദനിപ്പിച്ച്, ഭക്ഷണം കൊടുക്കാതെ, കളിയാക്കി അവരുടെ കണ്ണീര് സ്വന്തം കുടുംബത്തിലേക്ക് ഇന്ന് കുറേ മക്കൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില കുടുംബത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം കുർബാനയ്ക്ക് പോയിട്ടും ഒരനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്തതിന് ചില കാരണങ്ങൾ നമ്മുടെ കാരണവന്മാരുടെ കണ്ണീര് നമുക്കെതിരെ അവിടെ വീണ് കിടക്കുന്നതായിരിക്കാം. അവർക്ക് കൊടുക്കേണ്ട ശുശ്രൂഷകളോ സേവനങ്ങളോ കൊടുക്കാത്തതിൻ്റെ വേദന അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ആത്മീയമായിട്ട് വളരാനോ ഭൗതികമായിട്ട് വരാനോ സാധിക്കാത്തതിന് കാരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ മാതാപിതാക്കളെ മുമ്പിൽ നിർത്തി ചീത്ത വിളിച്ചും കളിയാക്കിയും തല്ലാൻ തുടങ്ങിയും ചവിട്ടാൻ തുടങ്ങിയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര് നിങ്ങൾക്കെതിരെ വീണ് കിടപ്പുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ, അന്ന് എനിക്ക് 19 വയസ്സ് പ്രായമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപാനം മാത്രമല്ല, പുകവലി, അതുപോലെ തന്നെ വളരെ മോശമായ നാട്ടുകാരെ തല്ലുന്ന വിധത്തിലുള്ള അങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. അപ്പോൾ ഞാൻ 19 വയസ്സ് ധ്യാനം കൂടിയിട്ടില്ല. അന്ന് ഈ വചനം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഞാനും പറയും. അങ്ങനെ തെറിയൊന്നും പറയത്തില്ല, പക്ഷെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കയർത്ത് അനുസരണക്കേട് കാണിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അപ്പച്ചൻ വളരെ വളരെ മനക്കട്ടിയുള്ളൊരു മനുഷ്യനാണ്. വളരെ മനക്കട്ടിയുള്ള മനുഷ്യൻ, അങ്ങനെയൊക്കെ പെട്ടെന്ന് കരയത്തില്ല, അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ 19 വയസ്സുള്ളപ്പോൾ ഇടവപ്പള്ളിയുടെ മണിക്കാൽ, നമ്മുടെ പള്ളിമണി ടവറയിലാണ് ഫിറ്റ് ചെയ്തിരുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ്. എൻ്റെ സഹോദരങ്ങളെ, അതിന് പെയിൻ്റ് അടിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അതിന് പെയിൻ്റ് അടിച്ച് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എൻ്റെ അപ്പൻ അല്പം ലഹരിയിൽ വീട്ടിലുണ്ട്. അപ്പോൾ അപ്പച്ചൻ എന്നോട് എന്തോ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോര തിളയ്ക്കത് എൻ്റെ പ്രായം, ഞാനും തിരിച്ചു പറഞ്ഞു. തെറിയല്ല, എന്ന് വെച്ചാൽ നല്ല വാക്ക് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, അപ്പനും നന്നായിട്ട് പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പൻ്റെ അടുത്ത് കുറച്ച് മുൻപോട്ട് മാറി നിന്നിട്ട് ഞാൻ അപ്പൻ കേൾക്കാവുന്ന ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ ടവറിൻ്റെ മണ്ടയിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പിടുത്തം വിട്ട് താഴേക്ക് വീണ് ചത്തുപോയായിരുന്നെങ്കിൽ ഈ നരകത്തിലേക്ക് വരണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ അപ്പം പ്രതികരിക്കുന്നില്ല. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്തറിയാമോ, എൻ്റെ ചാച്ചൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീഴുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പി ചോദിച്ചിട്ടുണ്ട്? എത്രയോ പ്രാവശ്യം നമ്മളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, എത്രയോ പ്രാവശ്യം നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടാകാം. സുഭാഷിതം 30:17 വചനം ഇങ്ങനെയാണ്: അപ്പനെയും അമ്മയെയും അവജ്ഞയോടെ ധിക്കരിക്കുകയും അവരെ ദുഷിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കൾ കുത്തിപ്പറിക്കും, കഴുകന്മാർ തിന്നും. അപ്പനെയും അമ്മയും അവജ്ഞയോടെ ധിക്കരിക്കുകയും അവരെ ദുഷിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണ് മലങ്കാക്കൾ കുത്തിപ്പറിക്കും, കഴുകന്മാർ തിന്നുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവജ്ഞയോടെ ധിക്കരിക്കുക, ഞാനതാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ധ്യാനം കൂടി, 21-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടി, വചനം കേട്ട് വചനം വായിച്ച് മാതാപിതാക്കൾ ആരാണെന്നും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിതെന്നറിയാമോ, ഞാൻ എൻ്റെ കാരണവന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പി ചോദിച്ചു. എന്നിട്ട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പനും അമ്മയും അന്നപ്പം മദ്യപാനം നിർത്തിയിട്ടില്ല, വീടുവലി നിർത്തിയിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ചാച്ചനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കേൾക്കണമേ, പ്രഭാഷകൻ 3:1-16 വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടുത്ത് ഇളക്കും, എന്നാൽ മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തെ ബലവത്താക്കി തീർക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മഹത്വം കാംക്ഷിച്ച് മാതാപിതാക്കളെ നമ്മൾ ദൂഷിക്കരുത്. മഹത്വം കാംക്ഷിച്ച് നമ്മുടെ സുഖത്തിനോ താല്പര്യത്തിനോ നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കാനോ വേണ്ടി അവരെ അവഗണിച്ച് കളയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അത് അനുവദിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞത് അവരെ ശുശ്രൂഷിച്ച് ഈ ലോകത്തിൽ നിന്ന് അവരെ യാത്രയാക്കണം. അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും നമ്മൾ ഈ ലോക ജീവിതത്തിൽ അവരെ സ്നേഹിച്ച് യാത്രയാക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം: അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടത്ത് കെട്ടുപോകും,
അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിട്ടത് കിട്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മാതാപിതാക്കളെ പ്രാകുന്നവരായി മാറരുത്, അവരെ ശപിക്കുന്നവരായി മാറരുത്. പ്രത്യേകിച്ച് മക്കളൊക്കെ കാർന്നോമാരെ ഇരട്ടപ്പേര് വിളിച്ചും ചീത്ത വിളിച്ചും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദുഷിക്കുന്നവരായി മാറാതെ അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അനുസരിക്കുന്നവരായി മാറാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണേ, അതായത് മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ദൈവം നമ്മൾ ചോദിക്കാം, നിൻ്റെ അപ്പനെ നീ പ്രാഗിയതിൻ്റെ, ശപിച്ചതിൻ്റെ, അനുസരണക്കേട് കാണിച്ചതിൻ്റെ, തല്ലിയതിൻ്റെ, ദുഃഖിപ്പിച്ചതിൻ്റെ ഒക്കെ കണക്കെൻ്റെ കയ്യിലുണ്ട്. എന്നാൽ നീ നിൻ്റെ കാർന്നോമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ തഴമ്പ് നിൻ്റെ മുട്ടുകാലിൽ കാണിക്കാൻ പറഞ്ഞാൽ നമുക്കുണ്ടോ സഹോദരങ്ങളെ? മാതാപിതാക്കൾക്ക് വേണ്ടി ഉപവാസം എടുത്തതിൻ്റെ, അമ്മായിയമ്മയ്ക്കും വേണ്ടി ഉപവാസം എടുത്തതിൻ്റെ, പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ കണക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുമോ? അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചതിൻ്റെ, ജപമാല ചൊല്ലിയതിൻ്റെ കണക്ക് കർത്താവിൻ്റെ ഉണ്ടാവുമോ? കുറ്റം പറയാൻ എളുപ്പമാണ്, വിമർശിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകൻ്റെ കൂട്ടുകാരനാണ്. സ്വത്ത് കൈവശപ്പെടുത്തിയിട്ട് അവരെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വേസ്റ്റ് കളയും പോലെ പുറത്തേക്ക് വലിച്ചെറിയുന്നത് ധ്വംസകൻ്റെ കൂട്ടുകാരനാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിന് കാരണമായി തീരട്ടെ. കാരണവന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരോട് ആത്മനാ മാപ്പി ചോദിച്ച്, അവരുടെ സേവനങ്ങളെ മനസ്സിലോർത്ത്, അവർ ചെയ്ത തെറ്റുകൾക്ക് മാപ്പി ചോദിച്ച്, അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കരങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹം മേടിക്കുക. നോക്കൂ, മാതാപിതാക്കളുടെ സമ്പത്തല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, അവരുടെ അനുഗ്രഹമാണ്. അത് നീ സ്വന്തമാക്കണം. അത് സമ്പത്തല്ല, അവരുടെ അനുഗ്രഹമാണ് നീ സ്വന്തമാക്കുക. നീ എത്രമാത്രം ഉന്നതനാണെങ്കിലും, എത്രമാത്രം വലിയ ആളാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എത്ര മോശക്കാരാണെങ്കിലും അവരുടെ അനുഗ്രഹം അവരുടെ കൈവപ്പിലൂടെ നിൻ്റെ തലയിലേക്ക് ചൊരിയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. അങ്ങനെ തലമുറയെ അനുഗ്രഹം വരട്ടെ. അവരുടെ സമ്പത്തിന് വേണ്ടി കടിപിടി കൂടാതെ അവരെ ശുശ്രൂഷിക്കുന്നതിൽ നമുക്ക് ശുഷ്കാന്തിയുള്ളവരാകാം. അവരുടെ അനുഗ്രഹം നമ്മുടെ ഭവനത്തെ ബലവത്താക്കി തീർക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്.